രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറയുന്നു. കുക്കു പരമേശ്വരൻ 84 മുതൽ സുഹൃത്താണ്. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നിപ്പില്ല എന്നും ആരും സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്നും രഞ്ജിത്ത് വ്യക്തമാക്കുന്നു. ഈ നടന്നു മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംബന്ധിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാലം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, നിലവിലെ തർക്കങ്ങളിൽ സർക്കാർ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ പ്രതികരണം നടത്തുന്ന പശ്ചാത്തലത്തിൽ സമാന്തര യോഗം ചേർന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ എന്താണ് രഞ്ജിത്ത് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? അലക്സ്, രഞ്ജിത്ത്, പ്രധാനമായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഈ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ, അതായത് അക്കാദമി സ്വീകരിച്ച 3 തീരുമാനങ്ങൾ പറയുന്നതിനായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഈ മേളയുടെ ക്യൂറേറ്ററായിട്ടുള്ള ഗോൾഡ സെല്ലത്തെ അവരെ അടുത്ത മേളയുടെ ക്യൂറേറ്ററായി കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ എക്സിക്യൂട്ടീവ് ഈ ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോഡി അത് വിപുലപ്പെടുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ബോഡിയിലേക്ക് ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തുന്നു. അത് കുക്കു പരമേശ്വരനാണ്. കുക്കു പരമേശ്വരൻ നിലവിൽ ഇതിൻ്റെ ജനറൽ കൗൺസിൽ അംഗമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന ഈ സമാന്തര യോഗവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ചിലർ, അതായത് ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തതിൽ തന്നെ ചില അംഗങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ അവർ നമ്മളോട് അടക്കം പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഈ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുക്കു പരമേശ്വരൻ മേളയിൽ നിന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ചലച്ചിത്ര അക്കാദമി ചെയർമാനോട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചത് കുക്കു പരമേശ്വരനെ എക്സിക്യൂട്ടീവ് ബോഡിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു മുറിവുണക്കലാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത്തരത്തിലൊരു വ്യാഖ്യാനം വേണ്ട എന്നാണ് അക്കാദമിയുടെ ചെയർമാൻ പറയുന്നത്. നമുക്ക് അത് അക്കാദമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തർക്കത്തിലൊരു സമവായമായി എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം കുക്കു പരമേശ്വരൻ എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അവർ തൻ്റെ അടുത്ത സുഹൃത്താണ്. 84 മുതൽ തൻ്റെ അടുത്ത സുഹൃത്താണ്. കുക്കു പരമേശ്വരനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്നാണ് ചെയർമാൻ പറയുന്നത്. മാത്രമല്ല, അക്കാദമിയിൽ ഭിന്നിപ്പില്ല, ആരും സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ താൻ രാജിവെക്കുന്ന സാഹചര്യം, അതായത് രഞ്ജിത്ത് സ്ഥാനത്ത് നിന്ന് രാജിവെക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അക്കാര്യം നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ അത്തരത്തിലൊന്നും കാണുന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാം എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഈ ഭിന്നിപ്പ്, അക്കാദമിയിലെ ഈ ജനറൽ കൗൺസിലിലൊക്കെ ഉണ്ടായ ഈ ഭിന്നിപ്പ്, അത് ഒരു പരിധിവരെ അതിന് തീരുമാനമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു സമവായത്തിലേക്ക് അവർ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രിയുടെ അടക്കം ഇടപെടൽ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ അടക്കം ഇടപെടൽ ഇതിലുണ്ടായിരുന്നു. മേള നടക്കുന്ന ഒരു സമയമാണ്. അനാവശ്യമായ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കരുതെന്ന നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അഭിപ്രായങ്ങൾ ആണ് പറയുന്നത്, വ്യക്തിപരമാണ്. അത് അംഗങ്ങൾക്കിടയിൽ അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഗണിക്കും, അത് പരിശോധിക്കുമെന്നാണ് വകുപ്പ് മന്ത്രി തന്നെ രാവിലെ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ആ ഇടപെടൽ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പ് ഈ അവൈലബിൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇവിടെ ഇരുന്നാണ് ഈ തീരുമാനങ്ങൾ എടുത്തതും ആ തീരുമാനങ്ങൾ ഇപ്പോൾ അക്കാദമിയുടെ ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.